ബലാത്സംഗ കേസിൽ രണ്ടാഴ്ചത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് ഇന്ന് വോട്ട് രേഖപ്പെടുത്താനായി വൈകിട്ടെത്തി. വോട്ടെടുപ്പ് തീരാൻ 1 മണിക്കൂർ ബാക്കി നിൽക്കെയാണ് കുന്നത്തൂർ മേട് ബൂത്തിൽ രാഹുൽ എത്തി വോട്ട് ചെയ്തത്. എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിനെക്കുറിച്ച് കൂടുതലായി പ്രതികരിച്ചില്ല. പാലക്കാട് ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഈ കേസ് കോടതിയിലേക്ക് നിൽക്കുകയാണ് മുൻകൂർ ജാമ്യം. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ, സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം രാഹുലിനെതിരെ പ്രതിഷേധവും ഉണ്ടായി. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായി. രാഹുൽ ഇപ്പോഴും പാലക്കാട്ട് തന്നെയാണോ? കൂടുതൽ കാര്യങ്ങൾ രാഹുൽ വിശദീകരിക്കുന്നില്ലല്ലോ. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ രാഹുൽ പറയുന്നില്ല. രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് എന്നാണ് പറഞ്ഞത്. പാലക്കാട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാലക്കാട് തന്നെ, ഇനി അങ്ങോട്ട് പാലക്കാട് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു മറുപടി മാത്രമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കാനോ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പറയാനോ രാഹുൽ തയ്യാറായില്ല എന്നുള്ളതാണ്. ആകപ്പാടെ കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയങ്ങൾ. കോടതി തീരുമാനിക്കട്ടെ എന്നൊരു പ്രതികരണം മാത്രമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അദ്ദേഹം യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകിയില്ല. ഏതായാലും അപ്പോൾ രാഹുൽ ഉദ്ദേശിക്കുന്നത് ഇനി പാലക്കാട് തന്നെ എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഹുൽ ഏതായാലും ഒരുപക്ഷെ രാജിവെക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോകില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതാണ്. കാരണം അതാണ് ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. രാഹുൽ പറഞ്ഞത് താൻ ഇനി പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇവിടെ തന്നെ രാഹുൽ തുടർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് ഏതു തരത്തിൽ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തവുമല്ല.